വെൽക്കം ബാക്ക് ടു മൈ ചാനൽ AR മീഡിയ. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന ടെർബോ, നമ്മുടെ മമ്മൂക്കയുടെ ടെർബോ ഇന്ന് റിലീസായിരുന്നു. അപ്പോൾ ഈ ഒരു പടത്തിന് രാവിലെ മുതൽ അതിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞാൽ നെഗറ്റീവും പോസിറ്റീവായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പടത്തിൻ്റെ എൻ്റെ ഒപ്പീനിയനാണ് ഈ ഒരു വീഡിയോ വഴി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇതിനെനിക്ക് ഈ ഒരു പടം കണ്ടിട്ട് മെയിൻ നെഗറ്റീവ് എനിക്ക് തോന്നിയ കാര്യം ഇതിലെ സ്റ്റോറിയാണ്. നമുക്ക് തിയേറ്ററിൽ നമ്മളെ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള സ്റ്റോറി അല്ല ഈ ഒരു പടത്തിന് വരുന്നത്. അതല്ല നമുക്ക് ഒരു പുതുമ തോന്നിക്കുന്ന, ഒരു ഇൻട്രസ്റ്റ് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റോറിയല്ല. ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ വരുന്നത് മിഥുൻ മാനുവൽ തോമസ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പടങ്ങൾ എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ ഫിനിക്സ് ആണെങ്കിലും, പിന്നെ ഒസ്ലർ ആണെങ്കിലും, പിന്നെ അഞ്ചാം പാതിരാണെങ്കിലും, ആ ഒരു പടത്തിന്റെ ഒക്കെ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞാൽ ഒരു വേറെ ലെവൽ സ്റ്റോറിയാണ്. നമുക്ക് ഇൻട്രസ്റ്റ് തോന്നിക്കുന്ന സ്റ്റോറിയാണ്. പിന്നെ ആ ഒരു പടം ഒരു വേറെ ടൈപ്പ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കൂടിയാണ്. ഞാൻ ഈ ഒരു പടമായിട്ട് കമ്പയർ ചെയ്യണമല്ല, എങ്കിലും അദ്ദേഹത്തിന് ആ ഒരു റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ ആ ഒരു സംഭവം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു രീതിയിലുള്ള ഒരു സ്റ്റോറി സംഭവം ഇതിൽ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹം ആദ്യമായിട്ടാണ് ഒരു ആക്ഷൻ പടത്തിന് സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യണമെന്ന് തോന്നുന്നു. അപ്പൊ അത് പൂർണ്ണമായും വിജയിച്ചിട്ടില്ല എന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത്, സ്റ്റോറി വൈസ് തോന്നിയത്. നമ്മുടെ വൈശാഖ് ഡയറക്ഷനിൽ മുമ്പ് വന്നിട്ടുള്ള പടങ്ങളൊക്കെ പോലെയൊക്കെ തന്നെ ആ ഒരു വില്ലൻ പിന്നെ നായകൻ, അവരുടെ ഫൈറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ ഒരു രീതിയിലാണ് ടെർബോ വരുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല ഈ ഒരു പടം. മെയിൻ നെഗറ്റീവ് എനിക്ക് തോന്നിയത് ഇതിലെ സ്റ്റോറി തന്നെയാണ്. എനിക്ക് തോന്നിയത് ഇതിലെ ഒരു വില്ലൻ കഥാപാത്രമാണ് നമ്മുടെ രാജ്പി ഷെട്ടി. പുള്ളിക്കാരനെ നമ്മൾ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ ഭയങ്കര മാസും ഭയങ്കര ബിൽഡപ്പ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ട്രെയിലറിൽ കണ്ടത്. അതേപോലെ തന്നെ സിനിമയിലേക്ക് വരുമ്പോൾ പുള്ളിക്കാരന്റെ ഇൻട്രോ സൂപ്പർ ആയിരുന്നു. നമ്മുടെ നായകനെ പോലെ തന്നെ നല്ല BGM കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ആ ഒരു ഇൻട്രോയില് പുള്ളിക്കാരനെ കൊണ്ടുവരുന്നത്. പക്ഷെ പിന്നീട് ആ ഒരു ബിൽഡപ്പും ആ ഒരു മാസും കാര്യങ്ങളൊന്നും നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റില്ല. ത്രൂ ഔട്ട് സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായില്ല. അതേപോലെ വില്ലൻ കഥാപാത്രത്തിന്റെ കൂടെ വേറൊരു സഹായി കൂടി വരുന്നുണ്ട്. നമ്മുടെ തമിഴ് തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ആൾ തന്നെയാണ്. പുള്ളിക്കാരന്റെ ഇൻട്രോയും സൂപ്പറാണ് നമ്മുടെ വില്ലൻ കഥാപാത്രത്തിനൊപ്പം തന്നെ. പക്ഷെ പിന്നീട് ഈ ഒരു ബിൽഡപ്പും മാസം ഒന്നും നമുക്ക് കിട്ടുന്നില്ല, ആ ഒരു ലെവല് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ബാക്കി ആ ഒരു ത്രൂ ഔട്ട് സിനിമയില്. പിന്നെ വില്ലൻ കഥാപാത്രമാണെങ്കിൽ കൂടെ തന്നെ നമ്മൾ കുറെ കണ്ടുവിട്ട വില്ലന്മാരെ പോലെയൊക്കെ തന്നെ അധികാരം കൊണ്ടുവരാ, അത് പിടിച്ചെടുക്കുക, അവിടെ പിടിച്ചെടുക്കുക, MLA കയ്യിൽ കൊണ്ടുവരാ, അങ്ങനത്തെ രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വില്ലൻ വരുന്നത്. പിന്നെ കുറെ പേര് തൊട്ടതിനും പിടിച്ചതിനും മീൻസ് കൊല്ല പോക അങ്ങനത്തെ ഒരു രീതിയിൽ ആയിട്ടാണ് വില്ലനെ കാണിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ കാണിച്ചെങ്കിൽ മാത്രമേ മാസ് ആകുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഒരു മാസ് വില്ലൻ എന്നുള്ള രീതിയിൽ ആക്കിയെടുക്കാൻ തോന്നിയ പോലെ എനിക്ക് പേഴ്സണലി വില്ലൻ കഥാപാത്രം തോന്നി. അപ്പോൾ ആ രാജ്പി ഷെട്ടി ചെയ്ത ആ ഒരു റോളിനെ പറ്റിയാണ് ഞാൻ ഈ പറയണത്, അല്ലാണ്ട് അദ്ദേഹത്തെ പറ്റിയല്ല. അദ്ദേഹം കിട്ടിയ റോള് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് കിട്ടിയ ആ ഒരു ക്യാരക്ടർ എത്രത്തോളം നന്നാക്കാൻ പറ്റുമോ അത്രത്തോളം അദ്ദേഹം മാക്സിമം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു റോള് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു. പിന്നെ നമ്മുടെ കോമഡി വില്ലനായിട്ട് നമ്മുടെ സുനിൽ, നമ്മുടെ പുഷ്പ കാവാലയ പുള്ളിക്കാരൻ വരുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരനെയൊക്കെ കൊണ്ടുവരുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ നല്ല രീതിയിൽ പ്രതീക്ഷിച്ചു. പക്ഷെ വളരെ സിമ്പിളായിട്ട് ഒരു കോമഡി വില്ലൻ എന്നുള്ള രീതിയിൽ അദ്ദേഹവും ആ ഒരു രീതിയിലേക്ക് പോകുന്നുണ്ട്. ഇതാണ് മെയിൻ നെഗറ്റീവ് നല്ല എനിക്കൊരു നിരാശ തോന്നിയ രണ്ട് കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന് സ്റ്റോറിയും പിന്നെ ഒരു വില്ലനിസവും. എനിക്കൊരു പടത്തിന്റെ പോസിറ്റീവ് എന്ന് തോന്നിയ കാര്യം, അതായത് ഒരു പടം എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം മമ്മൂക്ക. നമ്മള് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ, അല്ലെങ്കിൽ നമ്മൾ ഈ പടം കാണാൻ തന്നെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയാണ്. അപ്പോൾ എല്ലാ പടത്തിലും പടം കണ്ടിട്ടും നമ്മൾ പറയണ പോലെ തന്നെ ആ ഒരു ക്ലീശ സംഭവം, അതായത് ഈ ഒരു പ്രായത്തിലും മമ്മൂക്ക ഈ ചെയ്തു വെച്ചിരിക്കുന്നത് വേറെ ലെവലായിട്ട് തന്നെയാണ്. അതില് മമ്മൂക്കയുടെ കോമഡി വരുന്നുണ്ട്, പിന്നെ മെയിൻ ആയിട്ട് ആക്ഷൻ ആയിട്ടുള്ളൊരു പടമാണ്. ഇതില് മമ്മൂക്കയുടെ അമ്മയായിട്ട് വരുന്ന ബിന്ദു പണിക്കറാണ്. രണ്ടുപേരുടെ കോംബോ സൂപ്പർ കോംബോ. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൗണ്ടറൊക്കെ നല്ലോണം വർക്കൗട്ട് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു ബെസ്റ്റ് കണ്ടക്ടർ പടത്തിന് ശേഷം നമ്മുടെ ബിന്ദു പണിക്കർ അമ്മയായിട്ട് വരുന്ന ഈ പടം ഇതാണ്, മമ്മൂക്കയുടെ അമ്മയായിട്ട് വരുന്ന പടം ഇതാണെന്ന് തോന്നുന്നു. രണ്ടുപേരുടെ കോംബോ അടിപൊളി കോംബോയാണ്. ബിന്ദു പണിക്കറും സൂപ്പറായിട്ട് പുള്ളിക്കാരുടെ ആ ഒരു റോള് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പടത്തില് മെയിൻ ആയിട്ടുള്ള ഫൈറ്റ് സീനിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഫൈറ്റ് സീൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ബസ്സിലെ ഫൈറ്റും പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് സീനുമാണ്. ഈ രണ്ട് സീനിലും മമ്മൂക്ക തകർത്തടക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള ഫൈറ്റ് സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും എനിക്ക് പേഴ്സണലി കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നിയ ആ ഒരു ഫൈറ്റ് രണ്ടെണ്ണം ഇതാണ്.
ശരിക്കും നമുക്ക് ആ ഒരു ഫിസിക്കലി ശരിക്കും എന്താ പറഞ്ഞ നമ്മള് ആവേശത്തില് ഫഹദിനെയും പിന്നെ നമ്മുടെ നിവിൻ പോളിനെ കൈനാടാൻ വിട്ടേക്കണം എന്ന് പറഞ്ഞ പോലെയൊക്കെ തന്നെ ശരിക്കും പുള്ളി നമുക്ക് ആ ഇട്ട് തകർത്തേക്കാനാണ് ആ രണ്ട് ഫൈറ്റുകളൊക്കെ ഗൺ വെച്ചിട്ടുള്ള ആ ഒരു സീനും കാര്യങ്ങളൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ ഒരു കാർ ചീസ് വരുന്നുണ്ട്, ക്ലൈമാക്സിന് തൊട്ട് മുമ്പ് ഒരു കാർ ചീസ് വരുന്നുണ്ട്, ഒക്കെ വേറെ ലെവലായിട്ടാണ്. നമുക്ക് ആ ഒരു റീസൺ നമുക്ക് ഈ ഒരു പടം കാണാം, ആസ് എ റീസൺ നമുക്ക് ഈ ഒരു പടം ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നമുക്ക് കണ്ടിരിക്കാം. പിന്നെ മ്യൂസിക്കിന്റെ കാര്യം പറയാനാണെങ്കിൽ നമ്മൾ ആ ട്രെയിലറിൽ കണ്ട ആ ഒരു പാട്ട്, ആ ഒരു BGM ഇതിൽ ഇൻട്രോയിൽ വരുന്നുണ്ട്, ഇൻട്രോ സീനിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു സംഭവം അടിപൊളിയായിട്ടുണ്ട്. ആ ഒരു ഇൻട്രോയിൽ വരുന്നത് സൂപ്പർ ആയിട്ടുണ്ട്. ശരിക്കും അത് വർക്കൗട്ട് ആവുന്നുണ്ട്. തിയേറ്ററിൽ കാണുമ്പോൾ നമുക്ക് സംഭവം സെറ്റ് ആയിട്ടുണ്ട്. പക്ഷെ പിന്നീട് ചില മ്യൂസിക്കൊക്കെ ഇടയിൽ കയറി വരുന്നുണ്ട് ചില സീൻസിലും കാര്യങ്ങളിലെല്ലാം. പക്ഷെ അത് ഈ ഒരു ഫസ്റ്റ് മ്യൂസിക്കിന്റെ അത്രയും ആ ഒരു ബിൽഡപ്പ് നമുക്ക് തരുന്നില്ല. ആ ഒരു മ്യൂസിക് വൈസ് ആണെങ്കിലും എനിക്ക് ആ ഒരു പാട്ട്, ആ ഒരു ട്രെയിലറിൽ കണ്ട ആ ഒരു മ്യൂസിക്കാണ് എനിക്ക് ഏറ്റവും ബെറ്റർ എന്ന് തോന്നിയത്. ബാക്കിയുള്ളതൊക്കെ ഒരു ആവറേജ് ലെവലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പടം മൊത്തത്തിൽ പറയാനായിട്ടാണെങ്കിൽ ഒരു ആക്ഷൻ, പക്ക ഒരു ആക്ഷൻ മൂവിയാണ്. നമുക്ക് ഫസ്റ്റ് ടൈം നമുക്ക് ഒരു വൺ ടൈം ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യാം. നമ്മൾ കണ്ടുവിട്ടുപോയ പടങ്ങളൊക്കെ പോലെയൊക്കെ തന്നെ ഒരു പടം, ഒരു പുതിയ സ്റ്റോറി അല്ലെങ്കിൽ പുതിയ രീതിയിൽ കാണാം എന്നുള്ള രീതിയിലുള്ള സംഭവമൊന്നും ഇതിൽ വന്നിട്ടില്ല. പിന്നെ ഒരു ട്വിസ്റ്റ് ലാസ്റ്റ് വന്ന് നിർത്തുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പടത്തിന്റെ സെക്കൻഡ് വരുന്നുള്ള രീതിയിലാണ് ഈ ഒരു പടം കൊണ്ടുവന്ന് നിർത്തുന്നത്. അപ്പോ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഒരു സൗണ്ടോട് കൂടിയാണ് ഈ ഒരു പടം നിൽക്കണേ. നമ്മുടെ തമിഴില് ഇപ്പോ വില്ലനായി പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരാളെ കൊണ്ടുവരുന്ന ഒരു രീതിയിലാണ് സെക്കൻഡ് ഹാഫ് ആണ് നിൽക്കുന്നത്. അപ്പോൾ സെക്കൻഡ് പാർട്ട് ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ആ ഒരു കാര്യം ലാസ്റ്റ് കണ്ടപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നി. അങ്ങനെ എങ്ങാനും നടക്കുവാണെങ്കിൽ സംഭവം സൂപ്പർ ആയിരിക്കും, വേറെ ലെവലിൽ ഇരിക്കും. പിന്നെ ഇതിന് ശേഷം മനോഹരമായിട്ട് വരുന്ന നമ്മുടെ ശബരീഷ് വരുന്ന ക്യാരക്ടേഴ്സ്, ശബരീഷ് പിന്നെ ഗിരീഷ് പോത്തനാണെങ്കിലും പിന്നെ നായികയായിട്ട് വരുന്ന കഥാപാത്രങ്ങളാണെങ്കിലും ഒക്കെ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മോശം എന്ന് പറയാൻ തക്കവണ്ണം ഒരു ക്യാരക്ടേഴ്സും അങ്ങനെ വന്നിട്ടില്ല. കിട്ടിയ റോള് എല്ലാവരും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പടം മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പടമാണ്. എല്ലാവർക്കും പോയി ഒരു ടൈമൊക്കെ വാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല പടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പടം കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളിത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റിൽ ഒന്ന് പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വേറെ വീഡിയോ റിയാക്ഷൻ റിവ്യൂ ആയിട്ട് നെക്സ്റ്റ് മീറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് AR Media.